ഹോസ്പിറ്റലിൽ കയറി അവർ കുറച്ച് പ്രാഥമിക ചികിത്സ കൊടുത്തെങ്കിലും കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല ആ സമയം. പക്ഷെ അവർ നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞില്ല എന്നുള്ളൂ. ഡെത്തിന്റെ സമയം നമുക്ക് ക്ലിയർ അറിഞ്ഞൂടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ICU ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ ഡെത്ത് ആയിട്ടുണ്ട്. കാരണം എനിക്കത് ഉറപ്പില്ലാത്തത് ഞാൻ വഴിയിൽ നിന്ന് പൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പൾസ് നോക്കിയ സമയത്ത് 43-44 റേഞ്ചിലുണ്ടായിരുന്നു പൾസ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വഴിയിൽ നിന്ന് ഡെത്തായി എന്ന് പറയുന്നത്. കാരണം ഞാനപ്പോഴും ആ പൾസ് ഉണ്ടായിരുന്നല്ലോ കുട്ടി 5 മണിയാകുമ്പോൾ കുട്ടി പൾസ് ഉണ്ടായിരുന്നു. കുട്ടി ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു പ്രധാനമായിട്ട്. അദ്ദേഹത്തിന് മരിച്ചു എന്നതിലുപരി അമീബിക്ക് നമ്മൾ അമീബിക്കായിരിക്കാം. നമ്മൾ പിന്നെ അമീബിക്കിന്റെ വാർത്തകളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയാം അങ്ങനെ പോവായിരിക്കും, ആരോഗ്യമല്ലല്ലോ, പെട്ടെന്ന് കുട്ടിക്ക് ബാധിച്ചാൽ അങ്ങനെ പോകുന്ന കുട്ടികൾ ഉണ്ടാവായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് കൂടും പറഞ്ഞ് സമാധാനിക്കായിരുന്നു. സനൂപ് എന്താ പറഞ്ഞിരുന്നു? എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഡോക്ടർമാരോടുള്ള ദേഷ്യമൊക്കെ എല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഡോക്ടർമാരുടെ ദേഷ്യം പ്രകടനം അദ്ദേഹം പറയുമായിരുന്നു. ഇത് കുട്ടീനെ കൊന്നു എന്നുള്ള നിലയ്ക്കുള്ള സംസാരം പറയുമായിരുന്നു. അങ്ങനെയാണ് അല്ലേ പറഞ്ഞിരുന്നത്? മോള് മരിച്ചതല്ല, എല്ലാരും കൂടി കൊന്നതാണ്. അങ്ങനെ സുഖമായി തന്നെ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരുന്നു അല്ലേ? ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ആൾക്ക് 2 ആൺകുട്ടികളുടെ ഒരു ഡോക്ടർക്ക് നേരെ ആക്രമണം നടത്തിയ സനൂപിന്റെ ഭാര്യ നമ്മോടൊപ്പമുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സംഭവം എന്ന് പറയുക, കുട്ടിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് റീസൺ എഴുതണം. അപ്പോൾ റീസൺ എഴുതിയാൽ മാത്രമേ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ, അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ശേഷം അവർ പറഞ്ഞു അത് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ ചെന്നാലേ അതിൻ്റെ കാര്യങ്ങൾ കിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിനെന്തെങ്കിലും പേപ്പർ കൊടുക്കാൻ പറ്റുള്ളൂ ഡെത്ത് സർട്ടിഫിക്കറ്റിന്. അപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ഡോക്ടറൊക്കെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കുട്ടിക്ക് ഒരു റിപ്പോർട്ട് അയക്കാനുണ്ട്, റിപ്പോർട്ട് കിട്ടാനുണ്ട്. കുട്ടിയുടെ തലയിൽ നിന്നൊരു സ്രവം എടുത്തിട്ട് നമ്മൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ നിരന്തരം ഉള്ള ഞങ്ങളുടെ യാത്രയിൽ അദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ട് ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, കുട്ടിക്ക് അമീബിക്കില്ല, മസ്തിഷ്ക ജ്വരം മാത്രമാണെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡൗട്ട്സ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡൗട്ട് ചോദിച്ചു, കുട്ടി ഇങ്ങനെ സംഭവിച്ചിട്ടാണ് മരിച്ചതെന്നാണ് പറയുന്നത്. ഇതല്ലാത്ത കാരണം കുട്ടിക്ക് ഡെത്തിനുള്ള സാധ്യത ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇല്ല, മസ്തിഷ്ക ജ്വരത്തിന് അത്ര പെട്ടെന്ന് ഡെത്താവാനുള്ള ഇല്ല, അമീബിക്കിനാണ് ഡെത്തിന് സാധ്യത കൂടുതൽ വരുന്നത്. ഇത് നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു. താമരശ്ശേരിയിൽ നിന്ന് വളരെ പെട്ടെന്ന് കൊണ്ടുപോകുകയായിരുന്നെങ്കിൽ അല്ലേ? അതെ. അവരിപ്പോ രണ്ടാമത് ഡോക്ടർ മാറിയപ്പോഴും 1 മണിക്ക് വരെ 1 മണിക്ക് ശേഷമാണ് കുട്ടിക്ക് ബുദ്ധിമുട്ട് കൂടുതലായത്. ആ സമയത്ത് അവർക്ക് അവിടെ ഡോക്ടർ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നേരിട്ട് റെഫർ ചെയ്യാമായിരുന്നു. നേരിട്ട് റെഫർ ചെയ്ത് നമ്മൾ കൊണ്ടുപോയതെങ്കിൽ നമുക്ക് കുട്ടീനെ തിരിച്ചു കിട്ടുമായിരുന്നു. ഇത് അവർ റെഫർ ചെയ്യാൻ എടുത്ത ടൈം 3:30. 3:30 റെഫർ ചെയ്തിട്ട് 4 മണിക്കാണ് ആംബുലൻസ് എത്തിയത്. 4 മണിക്ക് ആംബുലൻസ് എത്തി 5 മണിക്കാണ് കോളേജിലെത്തിയത്. ആ സമയത്തോട് കുട്ടി ഇതായിട്ടുണ്ട്. കോളേജിലെത്തിയപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞു ഇവിടെ പേപ്പറുകളൊന്നുമില്ല, കാരണം കുട്ടി വന്നപ്പോൾ തന്നെ ഡെത്ത് ആയിട്ടുണ്ട്. കുട്ടി അഡ്മിറ്റ് ആവണമെങ്കിലേ നമുക്ക് ഇവിടെ കേസ് ഡയറി അതൊക്കെ ഉണ്ടാവുള്ളൂ. അതില്ലാത്ത ഡെത്തായ കുട്ടിക്ക് അങ്ങനെ നമുക്കൊന്നും തരാൻ പറ്റില്ല. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോളേജിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായത്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞതും റെഫർ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു ഡോക്ടർ. അതാണ് കുട്ടിയുടെ മരണകാരണം കൂടിയപ്പോൾ നമുക്ക് മെന്റലി നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ താമരശ്ശേരി ആശുപത്രി വെച്ചും നിങ്ങൾക്ക് കൃത്യമായ ഒരു ചികിത്സ കിട്ടിയില്ലെന്നാണ് അന്നും ഇത് പറഞ്ഞിരുന്നു സനൂപ്. ഈ ട്രിപ്പ് നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നില്ല, അവിടെ എന്താണ് ഉണ്ടായത്? അവിടെ ഞങ്ങൾ രാവിലെ 10 മണിക്ക് കൊണ്ടുപോയതാണ്. ഇപ്പോൾ രാവിലത്തെ OP കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുട്ടിക്ക് വൊമിറ്റേഷനും കൊണ്ടുപോയത്, ഛർദി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുട്ടിക്ക് പനിയായിട്ടാണ് കൊണ്ടുപോയത്. 10 മണിക്ക് കൊണ്ടുപോയി 10:30 ആകുമ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ OP കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്, നാവിൻ്റെ അടിയിട്ട് ഛർദി നിൽക്കാൻ വേണ്ട ഒരു മെഡിസിൻ, ഇതാണ് ഒരു സ്റ്റിക്കർ പോലത്തെ സാധനം. അത് കഴിഞ്ഞ് ഛർദി നിന്നിട്ട് നിങ്ങൾ ഈ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് മെഡിസിൻ എഴുതാമെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് കുട്ടിയുടെ വെയിറ്റും BP നോക്കാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ എഴുതി, BP നോക്കാൻ ഡോക്ടർ താഴെയുണ്ട് നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ ചെന്ന് കുട്ടിയുടെ മെഡിസിൻ പുറത്തുനിന്ന് പോയി മേടിച്ച് അത് ഛർദിക്കുള്ള മെഡിസിൻ കൊടുത്ത്
അതിനുശേഷം രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ റിസൾട്ട് വരെ 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ 1 മണിക്ക് റിസൾട്ട് വരുമ്പോൾ താഴെയാണല്ലോ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ താഴെ ക്ഷീണം കാരണം കിടക്കുന്നുണ്ടായിരുന്നു. ക്ഷീണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കാഷ്വാലിറ്റിൻ്റെ അവിടെ ബെഡ് കാണില്ല. അപ്പോൾ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ മുന്നിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കുട്ടീനെ കാഷ്വാലിറ്റി കൊണ്ട് കിടത്തി ഞാൻ എന്താക്കി ബാക്കി കാര്യങ്ങൾ നോക്കി. ഡോക്ടർ റിസൾട്ട് വരുന്നവരെ നിന്ന്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു ലേഡി ഡോക്ടറായിരുന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കുട്ടി ക്ഷീണമുണ്ട് പറഞ്ഞു. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം സംസാരിക്കുന്നൊക്കെ ഉണ്ട്, എൻ്റെ അടുത്ത് പ്രതികരിക്കുന്നുണ്ട്, വേറെ ഇല്ല, പക്ഷേ ക്ഷീണമുണ്ട് കുട്ടിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്ഷീണത്തിന് ഒരു ഡ്രിപ്പ് ഇട്ടുകൂടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ നോക്കാമെന്ന് പറയും. ഇപ്പോൾ ഡോക്ടർ ആകെ ഇതിൽ എഴുതിയത് ഛർദിക്കുള്ള ഒരു ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അത് ചെയ്തോന്ന് വെച്ചാൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ 1 മണി റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ബ്ലഡിൻ്റെ കൗണ്ട് ഇത്തിരി കൂടിയിട്ടുണ്ടുള്ളൂ, ബാക്കിയൊക്കെ കുട്ടി നോർമലാണെന്ന് പറഞ്ഞു. അപ്പോഴും കുട്ടി നല്ല ക്ഷീണത്തിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി വീണ്ടും ക്ഷീണമാണ്, ഇങ്ങനെ ക്ഷീണമായിട്ടുള്ള ഒരു കുട്ടിയല്ല, അവൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, കുട്ടീൻ്റെ യൂറിൻ കൂടി ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ കുട്ടീനെ എടുത്തു തുടങ്ങിയപ്പോൾ കുട്ടിക്ക് പറ്റാണ്ടായി തുടങ്ങി. 1 മണി കഴിഞ്ഞ് അപ്പോൾ കുട്ടിക്ക് ക്ഷീണം കൂടി, കുട്ടി തല പൊന്തിക്കാതായി. അതുപോലെ തന്നെ കുട്ടിയുടെ കണ്ണ് നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവൾ പ്രകാശം നോക്കിയവൾ പെട്ടെന്ന് കണ്ണ് അടയ്ക്കുക, ഭയങ്കര ക്ഷീണമായി. കുട്ടി നന്നായി തളർന്ന പോലെ എനിക്കും ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി അവളെ ബാത്റൂമിലേക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് ഞാൻ അവരെ മുന്നിൽ കൂടെ തന്നെ കുട്ടീനെ കൊണ്ടുപോയി ബാത്റൂമിൽ അവൾ കൈവിട്ട അവസ്ഥയായി. അവൾക്കൊന്നും ഒരു ഓർമ്മയില്ല. അവൾ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരുപാട് എന്തൊക്കെയൊക്കെയോ പുറത്തുള്ള സ്കൂളത്തെ വിഷയം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനായി. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരുടെ കൂടെ സഹായത്തോടെ ഞാൻ അവളെ ബാത്റൂമിൽ കൊണ്ട് ചേച്ചിമാർ പറഞ്ഞു ഒറ്റയ്ക്ക് നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചേച്ചിമാരെ ഒരു വീൽ ചെയർ എടുത്തിട്ട് ആ വീൽ ചെയറിൽ അവളെ ഇരുത്തിയിട്ട് നേരെ കാഷ്വാലിറ്റിയുള്ള ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അപ്പോൾ എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അവൾക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല, അവളുടെ ശരീരം തളർന്നിട്ടുണ്ട്, അവൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബാത്റൂമിൽ കൊണ്ടുപോയപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ഡ്രിപ്പ് ഇടുന്ന കാര്യമൊന്നും ചോദിച്ചു വീണ്ടും. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് തുടങ്ങിയ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഡ്രിപ്പ് ഇടുന്ന കാര്യം എന്താ, കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ച് കുട്ടിക്ക് ബാത്റൂമിൽ പോയിട്ടൊന്നും യൂറിനൊന്നും വന്നിട്ടില്ലാന്ന്. അപ്പോൾ ഡോക്ടർ അടുത്ത് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു യൂറിൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ടെസ്റ്റ് ചെയ്യേണ്ടെന്നുള്ള മട്ടിൽ പറയും. വെട്ടി യൂറിൻ എഴുതിയത് അത് വെട്ടി. അതുപോലെ തന്നെ സിസ്റ്ററിനോട് ആയപ്പോൾ സിസ്റ്റർ എന്നെ വഴക്കും പറഞ്ഞു. ഡ്രിപ്പ് ഇടേണ്ട കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിനില്ല, നിങ്ങളുടെ ഇതിനൊന്നല്ല ഇടേണ്ട, അത് നമ്മുടെ ഇതിലിടൽ നമുക്കത് മനസ്സിലാവുന്നുള്ള രീതിക്ക് വഴക്ക് പറഞ്ഞു. ഒരു 2:30 കഴിയുമ്പോൾ 2 മണിയൊക്കെ കഴിയുമ്പോൾ കുട്ടി തീരെ വയ്യാതെ ഒട്ടുമില്ലാതെ ഇടയ്ക്കൊന്ന് കുട്ടി വൊമിറ്റ് ഇങ്ങനെ കണ്ണ് തുറന്ന് വൊമിറ്റ് ചെയ്യണ പോലെ ഇങ്ങനെ നിന്നിട്ട് ഒറ്റ വീഴ്ച വീണു ബെഡിലേക്ക്. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ വഴക്കൂടി, നിങ്ങൾ എന്തായാലും ഇത്ര നേരമായില്ലേ കുട്ടി കിടക്കുന്ന കോല നോക്കും, നിങ്ങൾ ഡ്രിപ്പ് ഇടാത്ത എന്താ, നിങ്ങൾക്കൊന്ന് ഇട്ടൂടെ, നമ്മുടെ സമാധാനത്തിനെങ്കിൽ നിങ്ങൾക്ക് ഇട്ടൂടെ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കി 2 മണി 2:15 2:30 ആവാനായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ വന്നാൽ ശരി ഒരു ഡ്രിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നോക്കിയപ്പോൾ BP-ൻ്റെ എഴുതിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ BP-ൻ്റെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ പറഞ്ഞതാണ്, സിസ്റ്ററിനോട് ഞാൻ 2 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്നാൽ ശരി BP നോക്കിക്കോന്നും പറഞ്ഞിട്ട് BPക്കുള്ളതും BP നോക്കി കുട്ടിയുടെ ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കുട്ടി ഡ്രിപ്പിട്ട് കുറച്ച് നേരം ഇരുന്നു. എന്നോട് പറഞ്ഞു ഇത് സ്ലോ കയറുള്ളൂ, പകുതി കയറിയാൽ മതി എന്ന് പറഞ്ഞു. പകുതി ആയിട്ടില്ല, കുറച്ച് കയറിയപ്പോൾ തന്നെ കുട്ടിക്ക് പെട്ടെന്ന് കുട്ടി എന്താ പറയുക കൈയും കാലൊക്കെ ഇട്ട് ഇളക്കലും അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു കളി കളിച്ചു. അപ്പോൾ 3-4 വട്ടം ഇളക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇനി കൈക്ക് സൂചി കയറി പോകുന്ന പിടിച്ച് കുട്ടീൻ്റെ കൈ പിടിച്ചു, ഞാൻ കൈ ബലത്തിൽ പിടിച്ച് വെച്ച് കുട്ടി ഇളകുന്നുണ്ടപ്പോൾ ഇതാവാമെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് അവൾ ഒരു സമയം എനിക്ക് ക്ലിയർ ആകില്ല, കുറച്ച് സമയം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. കാരണം അവിടെ കളറൊക്കെ മാറി തുടങ്ങി. അവിടെ കളറൊക്കെ ഒരു നീല കളറായി, ഒരു നീല കളറിലേക്ക് മാറി വായിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന പോലെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു, നാവൊക്കെ കടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് പേടിയായി. അപ്പം ഞാൻ ചേച്ചിനെ വിളിച്ച് ചോദിച്ചു, അവൾ നാവൊക്കെ ഇങ്ങനെ കടിക്കുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു, നോക്കിയത് എന്താ എനിക്ക് അറിയുമ്പോൾ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഡോക്ടറെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് സിസ്റ്ററിനെ വിളിച്ച് നോക്കൂ കുട്ടി ഇങ്ങനെ അനങ്ങുന്നില്ല, ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് നേരത്തെ വിക്സ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ അവൾക്ക് അങ്ങനെ വിക്സ് കാണിക്കുന്ന കുട്ടിയിൽ അവൾ 9 വയസ്സുള്ള കുട്ടിയാണ്, ഇതുവരെ അങ്ങനത്തെ വിഷയമൊന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇതുവരെ അങ്ങനെ ഞാൻ കയറ്റിയിട്ടില്ല അവളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അടുത്തുള്ള പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ കോളേജിലേക്കോ എഴുതാമെന്ന് പറഞ്ഞിട്ട് എഴുതി. അതൊരു 3:30, അപ്പത്തിന് 3:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെ സ്കൂളിൽ വിടുന്ന സമയത്തുകൊണ്ട് ഞാൻ അതും സംസാരിച്ചു, ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികളെ വിടണം വീട്ടിൽ വേറെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട്. 3:30 ആയി, 4 മണിക്ക് ഞാൻ ടീച്ചർ വീണ്ടും വിളിച്ച് സ്കൂളിൽ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആംബുലൻസ് വന്നിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ടൈമിൻ്റെ ഒരു 4 മണി ആയിട്ടുണ്ട് എന്നുള്ളൊരു ഇത് വരുന്ന കാര്യം. ഓക്കെ സ്കൂൾ വിട്ട് വണ്ടി എത്തിയപ്പോൾ ഞാൻ പറയും ടീച്ചറോട് വീട്ടിൽ പറഞ്ഞയക്കണം, ഞാൻ മോളെ കൊണ്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് കോളേജിൽ പോവാന്ന് പറഞ്ഞു. ആ വഴിക്കനെ ആംബുലൻസിൽ നമ്മൾ കയറിപ്പോയി. ഒരു ആംബുലൻസിൽ ഒരു ഡ്രൈവറും ഞാനും മോളും
അവിടുത്തെ ആംബുലൻസിൽ സിസ്റ്ററായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ കോളേജിലെത്തിയപ്പോൾ കോളേജിൽ ഞാൻ മരണ വാർത്ത അറിയുമ്പോൾ 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ വേറെ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ നേരെ ICU കയറി അവർ കുറച്ച് പ്രാഥമിക ചികിത്സ കൊടുത്തെങ്കിലും കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല ആ സമയം. പക്ഷെ അവർ നമ്മുടെ അടുത്ത് നിന്ന് പറഞ്ഞില്ല എന്നുള്ളൂ. ഡെത്തിന്റെ സമയം നമുക്ക് ക്ലിയർ അറിഞ്ഞൂടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ICU ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ ഡെത്ത് ആയിട്ടുണ്ട്. കാരണം എനിക്കത് ഉറപ്പില്ലാത്തത് ഞാൻ വഴിയിൽ നിന്ന് പൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പൾസ് നോക്കിയ സമയത്ത് 43-44 റേഞ്ചിലുണ്ടായിരുന്നു പൾസ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല വഴിയിൽ നിന്ന് ഡെത്തായി എന്ന് പറയുന്നത്. കാരണം ഞാനപ്പോഴും ആ പൾസ് ഉണ്ടായിരുന്നല്ലോ കുട്ടി 5 മണിയാകുമ്പോൾ കുട്ടി പൾസ് ഉണ്ടായിരുന്നു. കുട്ടി ഹോസ്പിറ്റലിലെത്തി. അദ്ദേഹത്തിന് ഉറക്കമില്ലായിരുന്നു പ്രധാനമായിട്ട്. അദ്ദേഹത്തിന് മരിച്ചു എന്നതിലുപരി അമീബിക്ക് നമ്മൾ അമീബിക്കായിരിക്കാം. നമ്മൾ പിന്നെ അമീബിക്കിന്റെ വാർത്തകളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയാം അങ്ങനെ പോവായിരിക്കും, ആരോഗ്യമല്ലല്ലോ, പെട്ടെന്ന് കുട്ടിക്ക് ബാധിച്ചാൽ അങ്ങനെ പോകുന്ന കുട്ടികൾ ഉണ്ടാവായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് കൂടും പറഞ്ഞ് സമാധാനിക്കായിരുന്നു. സനൂപ് എന്താ പറഞ്ഞിരുന്നു? എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഡോക്ടർമാരോടുള്ള ദേഷ്യമൊക്കെ എല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഡോക്ടർമാരുടെ ദേഷ്യം അദ്ദേഹം പറയുമായിരുന്നു ഇത് കുട്ടീനെ കൊന്നു എന്നുള്ള നിലയ്ക്കുള്ള സംസാരം വരുമായിരുന്നു. അങ്ങനെയാണ് അല്ലേ പറഞ്ഞിരുന്നത്? മോള് മരിച്ചതല്ല, എല്ലാരും കൂടി കൊന്നതാണ്. അങ്ങനെ സുഖമായി തന്നെ മനസ്സ് രൂപപ്പെട്ടുകൊണ്ടിരുന്നു അല്ലേ? ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ആൾക്ക് 2 ആൺകുട്ടികളുടെ ഒരു ഓഗസ്റ്റ് 14-15 സംഭവങ്ങൾ നടക്കുന്നത് അല്ലേ? അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു മാനസികാവസ്ഥ തന്നെയാണ് കടന്നുപോയിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ പരസ്പരം ആശ്വസിപ്പിച്ചിട്ടും ഒരു നോർമൽ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്നാണോ നിങ്ങൾക്ക് മനസ്സിലായത്? നോർമൽ അവസ്ഥയിലേക്ക് എങ്ങനെ? സാധാരണ അവർ പറയും ഒരു മാസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞതാ. സാധാരണ ഇതിപ്പോൾ സാധാരണ ഡെത്തല്ല, അമീബിക്ക് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അമീബിക്ക് എന്നുള്ള ഒരു എന്താ പറയുക ലേബിള് ഒട്ടിച്ച കാരണം അത് നമുക്ക് മരിച്ചത് മാത്രമല്ല മരണശേഷം കുറേ അനുഭവങ്ങൾ വരാണ്. കാരണം കുട്ടീനെ പൊതുദർശനം സ്കൂളാണ്. കുട്ടിക്ക് അമീബി കാണുന്ന ഒരു വൈറസാണ്, അത് പകരും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത കാരണം ഒരു സ്കൂളിൽ വെച്ചിട്ട് പോലും വളരെ തുച്ഛ ആൾക്കാർ, അത് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ വരെ തന്നെ ആ കുട്ടീനെ വന്ന് കാണാനുള്ളൊരു പേടി, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ എന്ന നിലയിൽ അവള് പഠിച്ചു വളർന്നു. അവള് എവിടെയും പോകാത്ത കുട്ടിയാ. നമ്മള് നമ്മുടെ ഈ വീട് എന്നുള്ളതിൽ നിൽക്കുന്ന കുട്ടികളെ പല സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു പറഞ്ഞത് ഇപ്പം കണ്ടെച്ചാലും അല്ലെങ്കിൽ മകളുടെ മുഖം വരും അത്ര മകളുമായി ആത്മബന്ധമായിരുന്നു എല്ലാവർക്കും ഉണ്ടാവില്ലേ. അച്ഛന്മാർക്ക് പരിധി ഉണ്ടാവും, ജോലിക്ക് പോകണം, അങ്ങനത്തെ പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും കുട്ടികളായിട്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഇഷ്ടം. കുട്ടി അവനെ മക്കളോട് എപ്പോഴും ഇഷ്ടം ഉണ്ടാവില്ല. മക്കളോട് നല്ലത്. എത്രയായാലും പുറത്തെങ്ങനെ കളിച്ചിട്ട് മക്കളായിട്ടൊക്കെ കൂട്ടാണ്, നല്ല കൂട്ടാണ്. നമ്മുടെ ഇതിൽ തന്നെ നമുക്ക് 2 പേർക്ക് നമ്മൾ 2 കാസ്റ്റ് ആയതുകൊണ്ട് പുറത്തൊരു ഓപ്ഷൻ ഇല്ല കുട്ടികൾക്ക്. കുടുംബങ്ങളൊന്നും അങ്ങനെയില്ല. അപ്പൊ നമ്മൾ പരമാവധി നമ്മുടെ പിള്ളേരെന്നുള്ളതുകൊണ്ട് നമ്മൾ പരസ്പരം കുട്ടികളെ പോലെ കളിച്ച് അവരെ കൂടെ കളിച്ച് എൻജോയ് ചെയ്ത് നടക്കുന്ന കുട്ടികളാണ്. നമ്മൾ പുറത്തുള്ളവരൊന്നും ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്ത് നടക്കും. ഞങ്ങളുടെ പിള്ളേര് അവര് പരമാവധി നമ്മൾ കറക്കം, നമ്മളൊപ്പം ഭക്ഷണം കഴിക്കല്, നമ്മൾ രണ്ടും നമ്മുടെ പിള്ളേരെന്നുള്ളതിൽ അങ്ങനെ സെറ്റാക്കി. ജാതി മാസം അങ്ങനൊന്നും പറയാതെ പിറന്നാളും ആഘോഷിക്കും, ഓണം വന്ന് ഓണം ആഘോഷിക്കും, വിഷു വന്ന് വിഷു ആഘോഷിക്കും, 2 റംസാൻ ആഘോഷിക്കും, ക്രിസ്മസ് ആണെങ്കിൽ കേക്ക് വാങ്ങിയും ഒക്കെ ആഘോഷിക്കും. നമ്മളൊന്നും അവരെ ഒരു ജാതിയുടെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ളതല്ല നമ്മുടെ 3 പിള്ളേര്. പിന്നെ കുട്ടി അവള് നല്ലൊരു കുട്ടിയാണ്. 3 കുട്ടികൾ ഏറ്റവും നല്ല ബെസ്റ്റ് പിള്ളേരെ. നമ്മൾ സ്വഭാവ ഗുണം അവർക്ക് എല്ലാ കാര്യത്തിനും ചെറിയ താഴെയുള്ള മോനെ നോക്കാനായാലും
ഭക്ഷണ കാര്യത്തിൽ വിട്ടുകൊടുക്കാനായാലും ഈ ഒരാളെ സ്കൂളിലാണെങ്കിൽ ക്ലാസ്സിലൊക്കെ പഠിത്തത്തിലായാലും ഡാൻസ് മറ്റേ ആക്ടിവിറ്റീസിലായാലൊക്കെ അവൾ ബെസ്റ്റാണ്. അതുപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നല്ലൊരു കുട്ടിയോട് സ്വഭാവം കൊണ്ടായാലും മൊത്തത്തോടെ നല്ല കുട്ടിയാണ്. ആരും വെറുപ്പിക്കേ ഇപ്പോൾ ഒരു നേരം ഇല്ലാന്ന് പറഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ല, ഉള്ളപ്പോൾ കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല. അപ്പോൾ വേണം അങ്ങനത്തെ വാശി. നല്ല കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ എപ്പോഴേലും പങ്കുവച്ചിട്ടുണ്ടോ? ഈ സൂപ്രണ്ടൊക്കെ ആയാലും അവർ തരുന്നില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടന്നില്ല, ഡെത്ത് സർട്ടിഫിക്കറ്റ് തരുന്നില്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ വൈകിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നൊരു കാര്യം എപ്പോഴും പങ്കുവച്ചിരുന്നോ? ഇല്ല അദ്ദേഹം അങ്ങനെ മുൻകൂട്ടി ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യം തന്നെ നഷ്ടപ്പെട്ടു എന്നതിലുപരി നഷ്ടപ്പെടുത്തി എന്നുള്ള ചിന്താഗതിയാണ്. നമ്മളിപ്പോൾ രോഗം വന്ന് കുട്ടികൾ മരിക്കും. നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കണം, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കുട്ടിയെ അങ്ങനെ രോഗം വന്ന് മരിക്കുന്നു എന്നതിലുപരി അവളെ നഷ്ടപ്പെടുത്തി എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് കൂടുതൽ മാനസികമായിട്ട് വിഷമിപ്പിച്ചത്. ഇപ്പൊ രാത്രി കാലങ്ങളാണെങ്കിൽ ഒട്ടും ഉറങ്ങത്തില്ലായിരുന്നു. വീടിന് ചുറ്റും മോളെയും വിളിച്ച് നടക്കാൻ ഞാൻ എന്നിട്ട് പറഞ്ഞ് പിടിച്ചിരുത്തും. ഇല്ല, എൻ്റെ മോൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, അവളെ ഒറ്റയ്ക്കാണ്. അവളുടെ ഓർമ്മയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനപ്പോൾ മുന്നോട്ട് അവള് കഴിഞ്ഞു, അവൾക്ക് നീതി നേടാം. പക്ഷെ നമുക്ക് വേറെ രണ്ടാളെ കൂടി ഉണ്ട്, അവർക്ക് നമ്മളേ ഉള്ളൂ. കുട്ടിയുടെ ഛർദിയും പനിയും കൊണ്ട് കൊണ്ടുപോയത്. അപ്പം മോളത് ഇവര് റിപ്പോർട്ട് ആദ്യം പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ പോയി ചികിത്സയാണ് സ്റ്റാർട്ട് ചെയ്തത്. മരണപ്പെട്ട കുട്ടിക്ക് അങ്ങനെയല്ലേ വന്നത്. അപ്പൊ അടുത്ത കുട്ടിക്ക് നമുക്ക് ചിലപ്പോൾ അതിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ടെസ്റ്റൊക്കെ നടത്തി കുട്ടി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞതും. പിന്നെ അതിനുശേഷം അവർ ആ കുട്ടീൻ്റെ എല്ലാ അസുഖവും മാറി മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ടെസ്റ്റ് എടുത്ത് കുട്ടി നെഗറ്റീവായിട്ടുണ്ട്, കുട്ടിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഇപ്പോൾ എൻ്റെ കുട്ടി മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാം? അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു മടിയില്ലാതെ കൊടുത്ത് ഇവർക്ക് പിന്നെ എൻ്റെ കുട്ടികൾക്ക് അടുത്ത കുട്ടികൾക്കും അമീബിക് ആണെന്ന് സമൂഹത്തിനോട് പറഞ്ഞതിന് ഒരു ഇതുമില്ല. അപ്പോൾ നമ്മളെങ്ങനെ അവരെ വിശ്വസിക്കും? എന്തായാലും ഇത്തരം ഒരു ചെയ്തിയെ നിങ്ങൾ അല്ലെ ഡോക്ടർമാരോടൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അല്ല, അദ്ദേഹം ചെയ്തതിനോട് എനിക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതേ ഡോക്ടേഴ്സിന്റെ ഇപ്പൊ അവർക്ക് പരിക്കേറ്റ് തെറ്റ് ചെയ്യാത്ത ഡോക്ടറാന്ന് പറയണ്ട, അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിന്റെ മാനസിക എന്താവസ്ഥയായാലും അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ എന്നാൽ കൂടിയും നഷ്ടപ്പെട്ടത് ഇപ്പൊ അവർക്കെതിരെ പ്രതികരിച്ചപ്പോൾ അവരത് ബഹളമാക്കി. അപ്പൊ നഷ്ടപ്പെട്ട നമുക്കൊരു ന്യായം വേണ്ടേ? നമ്മൾ ഇതാണ് ന്യായം. അദ്ദേഹം പ്രതികരിച്ച രീതി ശരിയാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നഷ്ടപ്പെട്ട നമുക്കൊരു ന്യായം വേണ്ട. ആ ന്യായം ഇവിടെ, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിയാന്ന് ഞാൻ ഒട്ടും പറയില്ല. ഇങ്ങനത്തെ പ്രതികരണമൊന്നും എനിക്ക് ഇഷ്ടം തന്നെയല്ല. പക്ഷെ നമ്മുടെ ന്യായം എവിടെ? അദ്ദേഹത്തിന്റെ രീതിക്ക് എന്തോ ചെയ്തു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ അല്ല, ഞാൻ എന്റെ കാര്യം ചോദിക്കുന്നത്, എന്റെ മക്കളുടെ ന്യായം എവിടെ? അതെവിടെ? അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്നാണ് നിങ്ങൾ? അതെ, ഞാൻ ഇനിയും പറയുന്നുണ്ട്. എനിക്ക് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല. ഞാൻ ഇദ്ദേഹം ഇങ്ങനത്തെ ഒക്കെ വിഷയം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ പ്രശ്നമായിട്ട് നടക്കുമ്പോഴും ഞാൻ ഉള്ളി വെക്കുന്നത് എനിക്ക് ലീഗലി അതിൽ മുന്നോട്ട് പോകണം. നീതി കിട്ടോ ഇല്ലെന്നുള്ള ലീഗലി മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് വേണം, എന്തെങ്കിലും തെളിവ് വേണ്ടേ? അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ വാക്കാലുള്ള പറച്ചിനുള്ളൂ, കയ്യിൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഈ ചൊവ്വാഴ്ച പോയി അന്വേഷിച്ചതാ. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ലീവാണ്, ഡോക്ടർ വന്നാലേ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാലല്ലോ ബാക്കി എന്ത് കാര്യം നമുക്ക് ലീഗലി ഒരു മുന്നേറാൻ പറ്റുമെന്നുള്ളതിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ അടുത്താണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തു കിട്ടും. കുട്ടിയുടെ ഇതിലൊരു അന്വേഷണം വേണമെന്നാണ്. അതെ, കുട്ടിയുടെ കാര്യത്തിൽ വീണ്ടും അന്വേഷണം വേണം. കാരണം എനിക്ക് എന്റെ കുട്ടിയുടെ കാര്യത്തിൽ നീതി വേണം. എനിക്ക് രണ്ടുമുണ്ട്. ഒരു അമീബിക് അല്ലാത്ത ഒരു കുട്ടിയെ മരണം കഴിഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് ദിവസം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ റിപ്പോർട്ട് പറയണം അമീബിക് ആണെന്നുള്ളത്. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടത്തിന് പോലും തെളിവില്ലാത്തൊരു കാര്യം എങ്ങനെ സമൂഹത്തിനോട് ഇത്ര ധൈര്യത്തെ അവർ വിളിച്ചു പറയുന്നത്? അപ്പൊ അതിനെതിരെ എനിക്ക് എന്തായാലും നടപടിയെടുത്തേ പറ്റുള്ളൂ. എനിക്ക് എന്റെ കുട്ടിക്ക് വലിയൊരു നീതി വേണം. ഞാൻ ലീഗലി തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിലൊരു മാറ്റമില്ല. എല്ലാവരും ഭർത്താവിന്റെ ചെയ്തികളെ ന്യായീകരിക്കുന്നില്ല, ചെയ്തത് തെറ്റാണെന്ന് തന്നെ അവർ പറയുന്നു. പക്ഷേ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ അറിവ് വേണം. നിയമപരമായി മുന്നോട്ട് പോകാൻ ഇരിക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വീണ്ടും നടത്തണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്.